CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ഭക്തിനിർഭര സമാപനം. ഭക്തജന സഹസ്രങ്ങളുടെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉയരവെ ശ്രീ ഗുരുവായൂരപ്പൻ രുദ്രതീർത്ഥ കുളത്തിലാറാടി. കുന്നോളം റേഞ്ച് എക്സൈസ് ഓഫീസിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വാഷ് പിടികൂടിയ ബാരലുകളിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് കണ്ടെത്തി തുടർന്ന് നോട്ടീസ് നൽകി. 40 ലക്ഷം രൂപ ചെലവിട്ട് നടത്തുന്ന കടവല്ലൂർ കൊള്ളഞ്ചേരി തോടിന്റെ നവീകരണ പ്രവർത്തികൾ അവസാന ഘട്ടത്തിൽ. തോട്ടിലെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന വിധം നിറഞ്ഞു കിടന്നിരുന്ന ചെണ്ടിയും മാലിന്യങ്ങളും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കരയ്ക്ക് കയറ്റി. ആൽത്തറ കുന്നത്തൂരിൽ നിർത്തിയിട്ട ബൈക്കിൽ കാറിടിച്ച് പോലീസുകാരന് പരിക്ക്. വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സതീഷ് ചന്ദ്രനാണ് പരിക്കേറ്റത്. കാർഷിക ശുചിത്വ മേഖലയ്ക്ക് ഊന്നൽ നൽകി കണ്ടാണശ്ശേരി പഞ്ചായത്ത് ബജറ്റ്. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് NS ധനൻ ബജറ്റ് അവതരണം നിർവഹിച്ചു. ഇയാൾ പാറപ്പുറത്ത് തനിച്ച് താമസിക്കുന്ന 78-കാരനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചുങ്കത്ത് വീട്ടിൽ രാമചന്ദ്രനാണ് മരിച്ചത്. പുല്ലാനിച്ചാൽ കോൾപ്പടവിൽ കൊയ്ത്ത് ആരംഭിച്ചു. കാട്ടകാമ്പാൽ പോർക്കുളം പഞ്ചായത്തുകളിലായി കിടക്കുന്ന പുല്ലാനിച്ചാൽ പടവിൽ 130 ദിവസം മുതൽ 140 ദിവസം വരെ മൂപ്പുള്ള ഉമാവിത്താണ് കൃഷി ഇറക്കിയത്. ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന മൊറോസ്താത്തിയോസ് ലീബ ബാവയുടെ 95ാമത് ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി നടക്കുന്ന വചന പ്രഘോഷണത്തിന് തുടക്കമായി. വടക്കേക്കാട് ആരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആശാ വർക്കർമാർക്കായുള്ള പാലിയേറ്റീവ് ഗ്രിഡ് ഏകദിന പരിശീലനം സൂപ്രണ്ട് ഡോക്ടർ നിധ ഉദ്ഘാടനം ചെയ്തു. ദില്ലിയിൽ നടക്കുന്ന കൺവർജന്റ് ഇന്ത്യ എക്സ്പോയിൽ കേരള വിഷൻ ഡിജിറ്റൽ TV, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സ്റ്റാളുകൾ ഉദ്ഘാടനം ചെയ്തു. ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് കേബിൾ സർവീസസ് ട്രൈ പ്രിൻസിപ്പൽ അഡ്വൈസർ അഭയ് ശങ്കർ വർമ്മ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വനൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ യൗസേ പിതാവിന്റെ മരണ തിരുനാൾ ആഘോഷിച്ചു. പുതിയ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച സർവീസ് റോഡിനരികിലുള്ള കാനയ്ക്ക് മുകളിലെ സ്ലാബ് പൊട്ടിയത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. മന്ദലാകുന്ന എടയൂർ അൽ ഹിക്മ മസ്ജിദ് പ്രവേശന കവാടത്തിന് അരികിലുള്ള കാനമൂടിയ സ്ലാബാണ് പൊട്ടിയത്. ചാവക്കാട് നഗരസഭ 9ാം വാർഡിൽ സ്വരൂപിച്ച ദിൽരഹാൻ ചികിത്സാ സഹായ ഫണ്ട് കുടുംബത്തിന് കൈമാറി. 2,50,000 രൂപയാണ് കുടുംബത്തിന് കൈമാറിയത്. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി 3 ദിവസം നീണ്ടു നിൽക്കുന്ന വനിതാ ചലച്ചിത്രമേളയ്ക്ക് തുടക്കമായി. അതിരുകളെയും അസ്വാതന്ത്ര്യങ്ങളെയും മറികടക്കുന്ന വനിതകൾ വിജയം രചിക്കുന്ന കാലഘട്ടത്തിന്റെ ദൃശ്യഗാഥകളാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ചലച്ചിത്രോത്സവത്തിൽ ദൃശ്യമാവുക. വയലത്തൂർ ഈസ്റ്റ് ALP സ്കൂളിൽ PM പോഷൻ പദ്ധതി പ്രകാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനം വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ നിർവഹിച്ചു. വടക്കാഞ്ചേരി സപ്ലൈകോ ഗോഡൌണിൽ നിന്ന് സ്കൂൾ ഉച്ചക്കഞ്ഞിക്കുള്ള അരി കാണാതെ പോയത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് നേതാക്കൾ. കടവല്ലൂർ പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വരവൂർ പഞ്ചായത്തിലെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി അഭ്യസ്തവിദ്യരായ തൊഴിൽരഹിതർക്കായി ജോബ് ഫെസിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചു. ചെമ്മണ്ണൂർ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. കോതച്ചിറ അരുണോദയം വായനശാലയിലെ വനിതാ കൂട്ടായ്മ വനിതാ യാനം എന്ന പേരിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ റാലി ശ്രദ്ധേയമായി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.